സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരാൾക്ക് 3 ദിവസത്തിന്റെ ദിവസമായിട്ട് കണക്കാക്കാം ഈ ദുനിയാവിൽ. ഒന്ന് കഴിഞ്ഞ ഒരു ദിവസം, അത് കഴിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ലോക സുപ്രസിദ്ധപ്പെട്ട അള്ളാഹിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണ്. ഹിജറന്റെ 3-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. അയാൾക്ക് ആ സ്വന്തം പേര് ബിശ്ർ എന്നാണ്, പക്ഷെ ഹാഫി എന്ന് പിന്നെ കൂടിയതാ. മൂപ്പര് പിന്നെ ചെരുപ്പിടാണ്ട് നടന്നതായിരിക്കുന്ന ആളായതുകൊണ്ടാണ് അയാൾക്ക് ഹാഫി എന്ന്, ചെരുപ്പില്ലാതെ നടന്ന ആൾ എന്ന പേര് വെച്ചത്. ഇവിടെ എത്രയോ ചെരുപ്പിട്ട് നടന്നതായിരിക്കുന്ന ആൾക്കാരാണ്. ചെരുപ്പിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔസാഫിൽ പറയുന്നു, സ്വായിബുൻ നഅലൈനി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പുടയാളാണ്. അത് തൗറാത്തിലും മറ്റുള്ള എല്ലാ കിതാബുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔസാഫുകളെ പറയുന്ന കൂട്ടത്തിൽ സ്വായിബുൻ നഅലൈനി എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് ചെരുപ്പ് ധരിക്കുക എന്നുള്ളത്. അതൊന്നും വിഷയം നീട്ടി പറയുമ്പോൾ കുറേ സമയം നീണ്ടു പോകും, ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു മൂപ്പര് ചെരുപ്പ് ഇല്ലാണ്ട് നടക്കേണ്ട ഒരു സന്ദർഭം വന്നു. മൂപ്പര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സമയത്ത് ചെരുപ്പ് ഇല്ലാണ്ട് നടന്നായിരിക്കുന്ന സന്ദർഭമുണ്ട്. അതെപ്പോ ചില രോഗികളായതായിരിക്കുന്ന ആൾക്കാരെ കാണാൻ പോകുന്ന സമയത്തും മയ്യത്തിന്റെ കൂടെ നടക്കുമ്പോഴെല്ലാം ചെരുപ്പില്ലാണ്ട് നടന്നതായിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. അത് തവാലുവാണ്. തവാലുവിന് വേണ്ടി ചെരുപ്പില്ലാണ്ട് തന്നെ നടന്നതായിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗാലിബനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പിട്ടതായിരിക്കുന്ന ആൾ. അതേപോലെ ചെരുപ്പിട്ട ആളാണ് ബഹുമാനപ്പെട്ട ബിശ്ർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു ദിവസം ഒരു യാത്രയിൽ നടക്കുമ്പോൾ ചെരുപ്പിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ചെരുപ്പിന്റെ ബാർ പൊട്ടിപ്പോയി. ഒരു ബാർ അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പൂത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കാണിച്ചു, ഇതിന് ശരിയാക്കി തരണം. അപ്പൊ അയാൾക്ക് ഇയാൾ ഒരു ഫക്കീറായ വേഷത്തിലാണ് ഉള്ളത്. അള്ളാന്റെ വിലായത്തിന്റെ അഹരികാരിൽപ്പെട്ട ആളാണ്. മൂപ്പർക്കത് തിരിഞ്ഞുമില്ല. ഇയാൾ പറഞ്ഞു, എന്തിനാണ് മനുഷ്യന്മാരെ ഇങ്ങനെ ശല്യാക്കുന്നത്? ഇത്ര ചെറുതായിരിക്കുന്ന പണിയെല്ലാം കൊണ്ടുവന്നിട്ട് എടുത്തിട്ട് നമ്മളെല്ലാം പണി മടങ്ങി പോകുന്നുണ്ട്. വലിയ പണി ഇവിടെ വീണ് കിടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇത്ര ചെറിയ പണിയെല്ലാം കൊണ്ടു വന്നിട്ട് നമ്മളെ എന്തിനു ശല്യപ്പെടുത്തുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ മറ്റേ കയ്യിലുള്ളവർക്ക് ഒരു ചെരുപ്പ് കയ്യിൽ പിടിച്ചിരുന്നു, ഒന്ന് റിപ്പയർക്ക് കൊടുത്തതാണ്. അതിനവന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഈ ചെരുപ്പ് അതിന് ഒന്നിച്ചിട്ട് ചാടിയിട്ട് പറഞ്ഞ്, ഇനി എന്റെ ചെരുപ്പ് കൊണ്ട് നിങ്ങൾക്ക് പടപ്പുകൾക്ക് ശല്യാന്നുണ്ടെങ്കിൽ ഞാൻ ചെരുപ്പേ ധരിക്കുന്നില്ല, ചെരുപ്പിട്ടെങ്കിലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന്, അതുകൊണ്ട് എനിക്ക് ചെരുപ്പേ വേണ്ടാന്ന് പറഞ്ഞിട്ട് മൂപ്പര് ചെരുപ്പ് ചാടിയിട്ട് നടന്നതാണ്. അതുപോലൊക്കെ മരണം വരെ പിന്നെ ചെരുപ്പ് ധരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മൂപ്പർക്ക് ഹാഫി എന്ന് പേർക്ക് ചെരുപ്പില്ലാണ്ട് നടന്ന ബിശ്ർ എന്ന് പറയുന്നത്. മൂപ്പർ പറഞ്ഞു, അതൊക്കെ മൂപ്പരുടെ പിന്നെ കറാമാത്തുകളും അവരുടെ മനാക്കിബുകളെല്ലാം പറയുമ്പോൾ കുറെ നീണ്ടുപോകും. ആ ഭാഗം ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നലെ എന്നുള്ളത് അത് മരിച്ചുപോയി. ഇനി ആ ഇന്നലെ ഈ ലോകത്ത് തിരിച്ചു വരാനില്ല. അത് പോയതന്നെ. സഹോദരന്മാരെ, നമുക്കാർക്കും തോന്നുന്നുണ്ട ഇന്നലെ ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്നലെ ഞായറാഴ്ചയാണ് കഴിഞ്ഞത്. ഇനി ഈ ലോകത്തിൽ നമ്മുടെ ആയുസ് ഈ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച വരാനില്ല. ഇനി വരുന്നെങ്കിലും ഒരു പുതിയ ആയുസ് ഉണ്ടെങ്കിലും ഒരു പുതിയ ഞായറാഴ്ച വരും എന്നല്ലാതെ ഇത് പോയതന്നെ. ഇതാ മൂപ്പർ പറഞ്ഞത്. ഇന്നത്തെ നാൾ തന്നെ നസയിലാണ്, അതായത് മൂത്ത് വരുത്തത്തിലുള്ള ഒരു സക്കറാത്തിലുള്ള മട്ടത്തിലാണ്. അത് കോടി എത്തിപ്പോവാ മോന്തിയാവാ എന്ന് പറയാനുള്ള ഉറപ്പ് ഈ കൂടി നമുക്ക് ആർക്കും സാധ്യമല്ല. പിന്നെ നമുക്ക് ആശഫിന്റെ ഹരികാരായ വിലാത്തിന്റെ ഹരികാർ ചിലപ്പോ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്താൽ അറിയുന്നല്ലാതെ, അല്ലെങ്കിൽ ആ വിവരം നമ്മളെ കാര്യത്തിൽ ആരും ഇല്ല. പിന്നെയോ നാളെ എന്ന് പറഞ്ഞത് അത് ജനിച്ചിട്ടേ ഇല്ല. നാളെ എന്നത് പറഞ്ഞിട്ട് വേണ്ടേ. ഇന്ന് ഒരു പരിപാടി നമ്മൾ എടുത്തെങ്കിൽ നാളെ ഇന്നത് ആക്കൂ എന്നുള്ള ഒരു ഭരവസം അത് ആർക്കും കൂടെ ഇല്ല, ഏബിസെത്തിലും ഇല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞത്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. നബിയെ, തങ്ങൾ പറഞ്ഞു പോകരുത്. തീർച്ചയായിട്ടും തങ്ങൾ പറഞ്ഞു, തൈക്കീതായിട്ടാ പറയുന്നത്. ഇന്നി ഫായിലുൻ ദാലിക ഗദൻ, നാളെ ഞാൻ അത് ചെയ്യുമെന്നുള്ള ഭരവസം നിങ്ങൾ പറയണ്ട, ആ ഉറപ്പ് പറയണ്ട. ഇല്ലാ ഇൻഷാ അല്ലാഹ് കൂടാണ്. കാരണം നാളത്തെ അത് ഉറപ്പ് ആയിരിക്കില്ല. നാളെ ജനിച്ചിട്ടേ ഇല്ലല്ലോ, പറഞ്ഞിട്ട് വേണ്ടേ ഇന്ന് പരിപാടി ഇടാൻ. നാളെ ജീവിക്കും, എന്താണ് ധൈര്യം? അതുകൊണ്ട് ആ കാര്യത്തിന് പോണ്ട. അങ്ങനെ പറയുന്നെങ്കിൽ ഇൻഷാ അല്ലാഹനെ കൂട്ടിട്ട് പറഞ്ഞോ. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് വേണ്ടിച്ചാൽ ഞാൻ പറയും, അല്ലെങ്കിൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വരും, അല്ലെങ്കിൽ പോവും.
തുടങ്ങിയുള്ള ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാമെന്നല്ലാതെ അങ്ങനെയുള്ള ഉറപ്പ് നമ്മൾക്കാർക്കില്ല സഹോദരന്മാർ. അതുകൊണ്ട് തന്നെ നമ്മൾക്കെല്ലാം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞത് എന്ന് ഉറപ്പിക്കാം. ഇനി വരാനിരിക്കുന്ന വിഷയത്തിലാണ്. കഴിഞ്ഞ വിഷയത്തിൻ്റെ അകത്ത് നമ്മൾ എന്താണ് സഹോദരന്മാരെ നമ്മൾ ചെയ്തു കൂട്ടിയത് എന്നുള്ള വിഷയത്തിനെ സംബന്ധിച്ചിട്ട് നമ്മൾക്ക് ആലോചിക്കേണ്ടിയിരിക്കും.